ഹലോ, ഞങ്ങള് ഇവിടെ ബ്ലിഡിൽ വരെ ഒന്ന് പോവായിരുന്നു കുറച്ച്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് കളയുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കണം. അതിവിടെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെ ഇത് പുതിയ സ്ഥലമല്ലേ, അപ്പൊ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലായി വന്നോളൂ. ഇവിടെ കൊണ്ടൊന്ന് കളയാൻ പറ്റും. എന്റെ കീ എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യും. ഇത് വെച്ചിട്ട് ഈ വേസ്റ്റിന്റെ ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ഓപ്പൺ ആയി. ഇതാണ് ഫുഡിന്റെ പ്ലാസ്റ്റിക്. ഇത് ഇവിടെ ഇത് വഴിയാണ് കാണിക്കണേ. ഇത് ബിൽഡിങ്ങിന്റെ ഒക്കെ ഇടയിൽ കൂടെ കേട്ടോ. പക്ഷെ സമയം ഇത്ര ആയതുകൊണ്ട്, സമയം ഇത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ കയറി അല്ലേ. മഞ്ഞൊക്കെ ഒരുക്കിയതുകൊണ്ട് പുല്ലൊക്കെ കാണാട്ടോ. നല്ല തണുപ്പുണ്ട്. തണുപ്പില്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു. തണുപ്പില്ലായിരുന്നു എന്ത് അടിപൊളിയായിരുന്നു. ഇത് കാട്ടും പ്രദേശം കേട്ടോ. മല വെട്ടി വീട് പഠിച്ചേക്കുന്നത്. കാട്ടിൽ ചെന്ന് കയറി വിഷണം. ഇതാണ് താൻ പറഞ്ഞ പാർക്ക്. ഇത് മലയാണല്ല. കൈവരി നമുക്ക് പിടിച്ചു കയറാനോ. പക്ഷെ മഞ്ഞ് കിടക്കുന്നുണ്ട്. പിടിക്കാൻ പറ്റും. മഞ്ഞപ്പോ കട്ടയാ, കല്ല് പോലെയാ. കല്ല. ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിയിൽ ഇതാണെങ്കിൽ ഞാൻ താഴെ വീഴുവരും. കയറ്റത്ത് നടക്കുമ്പോ മടുക്കാതിരിക്കാൻ ഇടയ്ക്ക് നിക്കണം. അല്ല, പുറകോട്ട് ഇങ്ങനെ നടന്നാൽ മതി. ഓ, അതൊരു നല്ലൊരു ആശയാട്ടോ. ഇത് നോക്കണ്ട അവിടെ. പിന്നെ അത് നനഞ്ഞിരിക്കും. ഈ ഭാഗമൊക്കെ കാണുമ്പോ അല്ലേ നമ്മുടെ മലയാറ്റൂര് പ്ലാന്റേഷൻ വഴിയൊക്കെ ഇല്ലേ, അതുപോലെയല്ലേ വരണ്ട് കിടക്കുന്നത് ആ ബിൽഡിംഗ്. എന്ത് മേളിലാണോ അതോ? ഓ, അത് കുറച്ച് പാറപ്പുറത്തായിരിക്കും. കാറ്റില്ലേ എന്നിട്ട്? കാറ്റുണ്ട്. കാറ്റ് വീശി നന്നായിട്ട്. തായ് മസാജ്. തായ് മസാജ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ഏരിയയിൽ മസാജ് ചെയ്യണതല്ലേ അല്ലേ? ഞാൻ ഇടയ്ക്ക് വന്നോട്ടൂടെ പിടിക്കാനായിരിക്കല്ലേ. എങ്ങനെയുണ്ട് ഈ വഴി വല്ലി? താനിപ്പോ ഇല്ലീഗൽ ആയിട്ടാണ് നടക്കുന്നത്. ഞാൻ സൈക്കിള് തന്നെ വഴി കൂടെയാണ് നടക്കുന്നത്. ഇത് ചർച്ചാണല്ലേ. നമ്മുടെ നാട്ടില് മണല് കൂട്ടിയിട്ടേക്കുന്ന പോലെ മഞ്ഞ് കൂട്ടിയിട്ടേക്കുന്നു. ചവിട്ടുമ്പോഴും അങ്ങനെ തന്നെയാ. മണല് പോലെ അല്ല, കുറച്ചുകൂടെ ഹാർഡാ. അങ്ങനെയൊന്നും അല്ല, ഇതിപ്പോ കല്ല് പോലെ ആയിരിക്കും. ശരിയാ, കല്ല് പോലെ ഇരിക്കും. പാറ പോലായി. എവിടെ എന്താ ഷോപ്പ് കേട്ടോ. വെൽക്കം എഴുതാനുണ്ടോ? ഫിസേറിയ മോളിൽ ബോർഡ് കണ്ടോ? അങ്ങനെ ലിറ്റിലാണല്ലോ. ചെറുതാണല്ലോ. എക്കലൊക്കെ എന്ത് വരെയാ? 59, 89, ചിലതിനൊക്കെ ഓർക്കിഡിനൊക്കെ വില കൂടുതലാണ്. ആന്തൂറിന് വില കൂടുതലാന്ന് തോന്നുന്നു. ഇത് മല്ലിയാണോ? സ്വീറ്റ്സിന്റെ ഒക്കെ വില നോക്കാം. തനിക്കിപ്പോ ഇത് വാങ്ങണമെന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടോ. ഓ മാൻ, ഇതാണ് പിസ്സയുടെ സെക്ഷൻ. എന്തോരം ഓപ്ഷനാന്ന് നോക്കണേ. നമ്മള് വാങ്ങാറുള്ളത് സ്റ്റോൺ ബേക്ക്ഡ് പിസ്സ, ഹാം. അതിന് എത്രയത്? 49 അല്ലേ? അപ്പൊ ഈ സാധനം കേട്ടോ നമ്മൾ എടുത്തത്. സ്റ്റോൺ ബേക്ക്ഡ് പിസ്സ. കുറെ മീറ്റ് ഒക്കെ ഉള്ളത് 2 പിസ്സ ഉണ്ട്. ഇപ്പത്തെ റേറ്റ് അനുസരിച്ച് 500 അല്ലേ. പിന്നെ വലിക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. യോഗേട്ട്, മുന്തിരി. പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. എത്ര രൂപയായി പറയല്ലേ? 1250. തണുപ്പുണ്ടാവില്ലേ? -1 ഉള്ളു. പക്ഷെ 1.5 കിലോമീറ്റർ നടന്നതിനാണ് ഈ ഒരു ഡ്രാമ. 1.5 കിലോമീറ്ററോ? ഒരു സൈഡിലേക്ക് 1.7, 2 സൈഡ് 3 കിലോമീറ്റർ നടന്നതിനാണ് ഈ ഡ്രാമ. ഡ്രാമ ക്വീൻ. യെസ് ബൈ.